ബ്രസീലിയൻ ചലച്ചിത്രകാരൻ വാൾട്ടർ സാലിസിന്റെ ഐ ആം സ്റ്റിൽ ഹിയർ ആണ് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം. 1971 ബ്രസീലിലെ സൈനിക സ്വേച്ഛാധിപത്യത്തെ ചെറുത്തതിന് ജയിലിൽ അടയ്ക്കപ്പെടുകയായിരുന്നു. ക്രൂരമായ പീഡനങ്ങളുടെ ഒടുവിൽ കൊല്ലപ്പെടുകയും ചെയ്ത റൂബൻസ് പൈവയുടെ കഥയാണ് ഐ ആം സ്റ്റിൽ ഹിയർ. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6-ന് ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് ചിത്രത്തിന്റെ പ്രദർശനമുണ്ടാവുക. Let the world change you, and you can change the world. അർജന്റീൻ വിപ്ലവകാരിയും അന്താരാഷ്ട്ര വിമോചന പോരാട്ടങ്ങളുടെ പ്രതീകവുമായ ചേ ഗവാരയുടെ തെക്കൻ അമേരിക്കൻ യാത്രയുടെ കുറിപ്പുകൾ ആധാരമാക്കിയ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ മലയാളികൾക്ക് സുപരിചിതനാണ് വാൾട്ടർ സാലിസ് എന്ന ബ്രസീലിയൻ ചലച്ചിത്രകാരൻ. സാലിസിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ഈ വർഷത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം. ബ്രസീലിലെ സൈനിക സ്വേച്ഛാധിപത്യ കാലത്ത് വിയോജിപ്പിന്റെ നിലപാട് സ്വീകരിച്ച റൂബൻസ് പൈവ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഭരണകൂടം പിടികൂടിക്കൊണ്ടുപോയ ശേഷം കാണാതാകുന്നു. റൂബൻസ് പൈവയെ തേടി ഭാര്യ മരിയ യൂനിസ് പൈവ നടത്തുന്ന അന്വേഷണത്തിലൂടെയാണ് ഐ ആം സ്റ്റിൽ ഹിയറിന്റെ കഥ വികാസം കൊള്ളുന്നത്. റൂബൻസ് പൈവയുടെ മകൻ മാർസലോ പൈവ രചിച്ച ഐ ആം സ്റ്റിൽ ഹിയർ എന്ന പേരിൽ തന്നെയുള്ള പുസ്തകത്തെ ആധാരമാക്കിയാണ് സിനിമ. Tá ficando perigoso demais aqui, Rubens. Deputado Rubens Paiva. മൂരിലോ ഹോസേർ, ഹെയ്ത്തോർ ലൊറേഷ എന്നിവരാണ് തിരക്കഥാരചന. ഈ വർഷം നവംബർ 7-ന് ബ്രസീലിയൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം തീവ്ര വലതുപക്ഷക്കാർ ബഹിഷ്കരിച്ചുവെങ്കിലും വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിയെടുത്തു. ബ്രസീലിലെ ഏകാധിപത്യ ഭരണകൂടം ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുപോയവരുടെ കഥ അവരുടെ ഉറ്റവരുടെ കാഴ്ചയിൽ നിന്ന് കാണാൻ ശ്രമിക്കുന്ന ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ. A comunidade internacional está de olho nessa história. O Estado tem questões mais urgentes do que tentar remediar o passado? Não. 70കളിലെ ഏകാധിപത്യത്തിന്റെ കെട്ടകാലത്തിലേക്ക് ബ്രസീലിയൻ ജീവിതം അതിവേഗം നീങ്ങുന്ന സാഹചര്യത്തിൽ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രം ഉണ്ടാവേണ്ടത് അത്യാവശ്യമായി തോന്നിയെന്ന് വാൾട്ടർ സാലിസ് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധേയമാണ്. ബ്രസീലിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും സ്വേച്ഛാധിപത്യം പടരുന്ന കാലത്ത് അതിനോട് സന്ധി ചെയ്യാത്തവർ ഇവിടെയുണ്ട് എന്ന് വിളിച്ചു പറയുന്നു എന്നതാണ് ഐ ആം സ്റ്റിൽ ഹിയർ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമാകുന്നതിന്റെ പ്രസക്തി. അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. IFFKയുടെ ഔദ്യോഗിക ഉദ്ഘാടനം അല്പസമയത്തിനകം ഉണ്ടാകും. ഇപ്പോൾ നിശാഗന്ധിയിൽ കലാപരിപാടികൾ ഇറങ്ങുകയാണ്. തത്സമയത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ IFFKയുടെ ഉദ്ഘാടനത്തിനോട് മുന്നോടിയായിട്ടുള്ള കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.